നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തു ഉണ്ടാകാത്തതെന്തേ? കുരിശു പേറിക്കൊണ്ട് ജെറുസലേം വീഥികൾ കുരിശിന്റെ വഴികളാക്കി മാറ്റിയ ക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വികാരിയച്ച, കൊച്ചന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം സ്നേഹമാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ദൈവം എന്താണ്? ദൈവം സ്നേഹമാണോ? ദൈവം സ്നേഹമാണോ? അതെ, ദൈവം സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ദൈവം സ്നേഹമായത് എവിടെ? എവിടെയാണ് ദൈവം സ്നേഹമായത്? ദൈവം സ്നേഹമായത് ക്രിസ്തുവിലാണ്. ഈ കാണുന്ന കുരിശാണ് ദൈവം സ്നേഹമാണ് എന്നതിന്റെ അടയാളം. ദൈവം സ്നേഹമാണ് എന്നതിന്റെ അടയാളം ഗെത്സമനയിലുള്ള തന്റെ പുത്രന്റെ യാചനയ്ക്ക് മുമ്പിലുള്ള പിതാവിന്റെ നിശബ്ദതയാണ്. എന്താണ് പുത്രൻ അവിടെ യാചിച്ചത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. പുത്രന്റെ പിതാവിന്റെ സ്നേഹത്തെ, ഇഷ്ടത്തെ സ്നേഹമായി കണ്ട പുത്രനായ ദൈവം, പുത്രന്റെ സഹനത്തെ സ്നേഹമായി കണ്ട പിതാവായ ദൈവം, ഈ സഹിക്കുന്ന, സ്നേഹിക്കുന്ന, പൊറുക്കുന്ന സ്നേഹത്തിലേക്കാണ് സ്നേഹമുള്ളവരെ ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ അനുയായിയാണ് ക്രിസ്ത്യാനി. അവന്റെ പുറകെ പോണ്ടവരാണ് നാം. അവന്റെ സഹനങ്ങളെ ദൈവഹിതമായി കണ്ട് പരിഭവമില്ലാതെ സ്വീകരിക്കേണ്ടവരാണ് നാം. നമ്മുടെ സഹനങ്ങൾ അവന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും ഹൃദയത്തിൽ പറയാൻ സാധിക്കണം, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. നമ്മുടെ സഹനങ്ങൾ അവന്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും ഹൃദയത്തിൽ പറയാം, എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. എനിക്കും നിനക്കും നമുക്കും വേണ്ടി മരിച്ച ഈശോയുടെ ആത്മബലിയുടെ അനുസ്മരണമാണ് ഇന്ന്. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി മരിച്ച ഈശോയുടെ ഓർമ്മ ദിനം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും കഥകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥ പറയാം. കഥയുടെ പേര് ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ്, കാട്ടില് അകപ്പെട്ടു പോയ കഥ. ഒരു കുഞ്ഞു മോനും അപ്പനും കൂടെ കാട്ടിലേക്ക് ഒരു യാത്ര പോവാണ്. മോന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാട്ടിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം മോൻ അപ്പച്ചന്റെ അടുത്ത് പറയാണ്, അപ്പച്ച, ഈ വരുന്ന ശനിയാഴ്ച ജോലി ഒന്നുമില്ലല്ലോ, വീക്കെൻഡ് ഒക്കെ അല്ലേ, നമുക്ക് കാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? അപ്പച്ചൻ സ്നേഹമുള്ള അപ്പച്ചനാണ്. അപ്പച്ചൻ സമ്മതിച്ചു. അങ്ങനെ ശനിയാഴ്ചയായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ രണ്ടുപേരും കൂടെ കൈയൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വളരെ സന്തോഷത്തോടു കൂടെ അധികം പരിചയമില്ലാത്ത കാട്ടിലേക്ക് യാത്ര പോവാണ്. കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ അപ്പച്ചനെ മനസ്സിലായി വഴി തെറ്റിയിട്ടുണ്ട്. കാരണം ചുറ്റൊന്നും ആരെയൊന്നും കാണാനൊന്നുമില്ല. അപ്പച്ചന് പേടി കൂടാൻ തുടങ്ങി. അപ്പച്ചന് പേടി കൂടും തോറും അപ്പച്ചൻ പിടിച്ചിരിക്കുന്ന മകന്റെ കയ്യിലുള്ള ആ പിടുത്തത്തിന്റെ ആ സ്ട്രോങ്നെസ്, ആ ശക്തി കൂടാൻ തുടങ്ങി. അപ്പൊ മകന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. മകൻ അപ്പച്ചനോട് ചോദിക്കുകയാണ്, അപ്പച്ച എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോ അപ്പച്ചൻ പറഞ്ഞു, മോനെ, ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. മകനും പേടിയാവാൻ തുടങ്ങി. അവര് മുന്നോട്ട് തന്നെ നീങ്ങി. കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആരെങ്കിലുമൊക്കെ പോയ വഴിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി അവരിങ്ങനെ മുന്നോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് 100% ഉറപ്പായി വഴി തെറ്റിയിട്ടുണ്ട്. രാത്രിയൊക്കെ ആവാൻ തുടങ്ങി. കേട്ടാൽ മനസ്സിലാകാത്ത മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ കാടിൻ്റെതായ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. രണ്ടുപേർക്കും പേടിയാവാൻ തുടങ്ങി. അപ്പൻ ആ സമയത്ത് മകന്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് മുന്നോട്ട് തന്നെ നീങ്ങാം. അപ്പൊ മകൻ ചോദിച്ചു, അപ്പ 100% നമുക്ക് ഉറപ്പായാലും വഴി തെറ്റിയെന്ന്, പിന്നെന്തിനാ മുന്നോട്ട് പോണേ? അപ്പോൾ അപ്പൻ പറഞ്ഞ കാര്യം, when life puts you in a circle, just go forward. ജീവിതം നമ്മെ വട്ടമിട്ടിങ്ങനെ കറക്കുമ്പോ എങ്ങോട്ടായിരിക്കണം അടുത്ത സ്റ്റെപ്പ് എടുക്കുക എന്ന് ആലോചിക്കുമ്പോൾ എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്റ്റെപ്പാണ് മുന്നോട്ടേക്കുള്ള സ്റ്റെപ്പ്. സ്നേഹമുള്ളവരെ, കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാട്ടിലെ കഥ. അപ്പനും മോനും കൂടെ മുന്നോട്ട് നീങ്ങി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ അവര് കാടിന്റെ പുറത്തെത്തി. നമ്മളൊക്കെ ജീവിതത്തിൽ പറയാറില്ലേ, ജീവിതം നമ്മെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കുകയാണ്.
എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തില്, ദൈവം കരം പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തില്, ദൈവം ഒപ്പം ദൈവത്തിന്റെ കൂടെ ഇരുന്ന് എടുത്ത് തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ കാട്ടിൽ പെട്ടുപോയി. ജീവിതം എന്ന കാട്, കുടുംബം എന്ന കാട്, ജോലി എന്ന കാട്, ബന്ധങ്ങള്, എടുത്ത തീരുമാനങ്ങള്, ദൈവമേ പെട്ടുപോയല്ലോ എന്ന് പലപ്പോഴും നമ്മൾ വിഷമിക്കാറൊക്കെയുണ്ട്. അപ്പൻ മകനോട് പറഞ്ഞ കാര്യം, വെൻ ലൈഫ് പുട്സ് യു ഇൻ എ സർക്കിൾ ജസ്റ്റ് ഗോ ഫോർവേഡ്. മുന്നോട്ടേക്ക് പോവാ. നമ്മുടെ ടണൽ വിഷനെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തുരങ്കത്തിലൂടെയൊക്കെ യാത്ര ചെയ്തവരാണ് നാം എല്ലാവരും. തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, തുരങ്കത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ പിടിച്ച് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് തുരങ്കത്തിന്റെ പുറത്തെത്തുക. നമ്മളൊക്കെ ജീവിതത്തില് ചില സമയത്ത് കാട്ടിൽ പെട്ടിങ്ങനെ കറങ്ങും, അല്ലെങ്കിൽ തുരങ്കത്തിൽപ്പെട്ട് ജീവിതത്തിന്റെ അറ്റം കാണാതെ ഇങ്ങനെ ബുദ്ധിമുട്ടും. അവിടെയൊക്കെ ലെറ്റ്സ് കീപ് ദ സ്ട്രെയിറ്റ് ലൈൻ. എത്ര സ്ട്രഗിൾസ് വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിച്ചാലും ലെറ്റ്സ് ഗോ ഫോർവേഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നാം ബ്യൂട്ടിഫുൾ ആയ ഒരു എപ്പിസോഡ് കാണുന്നുണ്ട്. ബെത്സൈദയിലെ രോഗശാന്തിയാണ്. ഈശോ വന്നിട്ട് ആ പയ്യൻ എന്ന് പറഞ്ഞ 30-38 വർഷമായിട്ട് ആ കുളത്തിന്റെ കരയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ആളുടെ അടുത്ത് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കുറെ ന്യായവാദങ്ങളൊക്കെ പറയാണ്. ഈശോയെ, ഞാൻ ഇവിടെ വരുമ്പോഴേക്കും അടുത്ത ആൾക്കാർ വന്ന് കുളത്തിൽ ചാടിയിട്ടുണ്ട്, അവർ സുഖപ്പെട്ടിട്ടുണ്ടാവും, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ കുറെ ന്യായവാദങ്ങളും കുറെ എക്സ്ക്യൂസസ് ഒക്കെ അദ്ദേഹം പറയാണ്. പക്ഷെ ഈശോ ആ മകനോട് പറയുന്നുണ്ട്, മകനെ, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, കിടക്കെടുത്ത് പൊക്കോ. മുന്നോട്ടേക്ക് നടക്കാനാണ് ഈശോ പറയുന്നത്. നമ്മൾ കുരിശിന്റെ വഴിയൊക്കെ നടത്തിയപ്പോ 1, 2, 3 പ്രാവശ്യം ഈശോ ഭാരമുള്ള കുരിശ് കൊണ്ട് വീഴുന്നുണ്ട്. അവിടെയൊന്നും ഈശോ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് ഈശോ മുന്നോട്ടേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും തോൽവികളും ഒക്കെ വരുമ്പോ ദൈവം കൂടെ ഇല്ല എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തില് ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനാപൂർവം കുരിശിന്റെ വഴിയൊക്കെ നടത്തി, പ്രാർത്ഥനാപൂർവം നമ്മളിവിടെ ആയിരിക്കുമ്പോ ഈ കാണുന്ന കുരിശിന് ഇന്ന് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഒരു ഉത്തരവും, രണ്ടാമത്തേത് ഒരു ചോദ്യവുമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ കുലത്തിന്റെ ആരംഭം മുതൽ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ? എന്തുകൊണ്ട്? ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, തോൽവി ഉണ്ടാകുമ്പോൾ ഒക്കെ മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നേക്കാം. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഈ കാണുന്ന കുരിശ്. എന്താണ് കുരിശിന് പറയാനുള്ള ഉത്തരം? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ കാൽവരിയിലെ നെറുകയിൽ 3 ആണികളിൽ ജീവൻ അർപ്പിക്കുമ്പോൾ പൂർത്തിയാകുന്നത് ദൈവത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളിലെ ദൈവത്തിന്റെ ഇഷ്ടത്തെ, ഹിതത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമാകും. വീണ്ടും കുരിശിന് പറയാനുള്ള 2ാമത്തെ ഉത്തരം, സഹനം ഒരു ആനുകൂല്യമാണ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സ്നേഹ സമ്മാനമാണ് നിന്റെ സഹനങ്ങൾ. ദൈവം നിന്നെ വിശ്വസിക്കുന്നു, ദൈവം നിന്നെ കണക്കിലെടുത്തിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നിന്റെ സഹനങ്ങൾ. വീണ്ടും കുരിശിന് പറയാനുള്ള 2ാമത്തെ കാര്യം, അതൊരു ചോദ്യമാണ്. ദുഃഖവെള്ളി ഈശോയെ ഓർത്ത് ദുഃഖിക്കാനുള്ള, ഈശോയുടെ സഹനങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനുള്ള, ഈശോയുടെ സഹനങ്ങളെ ഓർത്ത് കരയുവാനുള്ള ഒരു ദിവസമല്ല, മറിച്ച് ദൈവത്തിന്റെ കുരിശനുഭവങ്ങളോട്, ഈശോയുടെ കുരിശനുഭവങ്ങളോട് നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം എന്നത് ചിന്തിക്കാനുള്ള, ആത്മശോധന ചെയ്യാനുള്ള ദിവസമാണ്. ഈശോയുടെ അന്ത്യ അത്താഴം മുതൽ കുരിശുമരണം വരെയുള്ള യാത്രയിൽ നാം ഒരുപാട് കഥാപാത്രങ്ങളെയും അവരുടെ പ്രതികരണങ്ങളെയും കണ്ടുമുട്ടുന്നുണ്ട്. ഇവരിൽ ആരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ കുരിശനുഭവങ്ങളോട് പ്രതികരിക്കാൻ നമുക്ക് താല്പര്യം എന്നതാണ് കുരിശ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം. കുരിശിന്റെ വഴിയിലെ 1ാമത്തെ പ്രതികരണം യൂദാസ്. കുംഭസാരവും മറ്റു കൂദാശകളും ധ്യാന കേന്ദ്രങ്ങളും പള്ളിയും മറ്റു പ്രാർത്ഥന ഒക്കെയായി നടന്നിട്ടും ദൈവത്തിന്റെ മനസ്സ് അറിയാൻ കഴിയാതെ പോകുന്നവരുടെ പ്രതീകം. പത്രോസ്
സധൈര്യം ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണ് എന്ന് പറയാൻ മടിക്കുന്നവരുടെ പ്രതീകം. പീലാത്തോസ് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈ കഴുകി ഒഴിഞ്ഞു മാറുന്നവരുടെ പ്രതീകം. സത്യവും നീതിയും തിരിച്ചറിഞ്ഞിട്ടും അതിനുവേണ്ടി നിലകൊള്ളാൻ മടിക്കുന്നവരുടെ പ്രതീകം. സ്നേഹമുള്ളവരെ, നാം ചിലപ്പോൾ ഇന്ന് യൂദാസിനെ പോലെയോ പത്രോസിനെ പോലെയോ പീലാത്തോസിനെയോ പോലെയോ ആയിരിക്കാം. എന്നാൽ അവിടെ നിന്ന് പടിപടിയായുള്ള ഒരു വളർച്ച നല്ല കള്ളൻ വരെ എത്തി നിൽക്കുകയാണെങ്കിൽ നമുക്കും ഈശോയുടെ കൂടെ പറുദീസ സ്വന്തമാക്കാൻ സാധിക്കും. ഈശോ അന്ന് നല്ല കള്ളനോട് പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് നമ്മെ നോക്കി പറയും, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും, ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളി ഒരു ഓർമ്മപ്പെടുത്തലാണ്. കുറ്റം ചെയ്യാത്തവനും ക്രൂശിക്കപ്പെടാമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതുപോലെ ദുഃഖവെള്ളി ഒരു സാധ്യത കൂടിയാണ്. സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവൻ പറുദീസ സ്വന്തമാക്കുമെന്നുള്ള സാധ്യത. എന്റെ ജീവിതത്തില് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട്, ഹോപ്പ്, പ്രതീക്ഷ എന്നുള്ളത്. 3 കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഇതിന്റെ പവർ നമുക്ക് മനസ്സിലാകുക. ഫെയ്ത്ത്, വെയിറ്റ്, പേഷ്യൻസ്. വിശ്വാസം, കാത്തിരിപ്പ്, ക്ഷമ. ഇന്നത്തെ ജനറേഷനും വളർന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനും ഇല്ലാതെ പോകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്, പുണ്യമാണ് ക്ഷമ എന്നുള്ളത്. നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോ സിഗ്നല് കാണാറുണ്ട്. സിഗ്നലില് റെഡ് മാറി പച്ചയാവാൻ നമ്മൾ കാത്തിരിക്കാറുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ബ്ലൂടിക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, കാത്തിരിക്കാനുള്ള ക്ഷമ. പലപ്പോഴും പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത് അപ്പോഴാണ്. ജീവിതം ചില സമയത്ത് പല ദുരന്തങ്ങളുടെ മുമ്പിൽ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത് ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യാനാണ്, പേഷ്യൻസോടുകൂടെ കാത്തിരിക്കാനാണ്. 100 ഡോറുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം നമുക്കുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ നിയോഗം 99ലും നോക്ക് ചെയ്യണം, തട്ടണം എന്നുള്ളതായിരിക്കാം. 99ലും തട്ടിക്കഴിയുമ്പോൾ ഒരെണ്ണം നമുക്കായി തുറന്നു കിട്ടും. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള പേഷ്യൻസ്. പല അത്ഭുതങ്ങളും സംഭവിക്കുന്നത് അപ്പോഴാണ്. സക്കേവോസ് ദൈവത്തെ കാണാനായിട്ട് ജനക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഓടി മരത്തിന്റെ മുകളിൽ വന്ന് കാത്തിരുന്നപ്പോഴാണ് ദൈവം അവന്റെ വീട്ടിൽ വിരുന്നിന് വന്നത്. അതുപോലെ തന്നെ പന്തക്കുസ്ത തിരുനാൾ ദിവസം പരിശുദ്ധ കനികാമറിയും സ്ലീഹന്മാരും പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ഈശോ ഇറങ്ങി വന്നത്. നമുക്കും ഇവരെ പോലെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ, ക്ഷമയോടുകൂടെ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ലാസ്റ്റ് ചെറിയൊരു കഥയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. നിങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ കേട്ട കഥയായിരിക്കാം, എല്ലാവരും കേട്ട കഥയായിരിക്കാം. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുകയാണ്. കൊച്ചിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അമ്മ അപ്പച്ചനെ ഏൽപ്പിക്കുകയാണ്. അപ്പച്ചൻ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകളെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും മകള് ഭക്ഷണം കഴിക്കുന്നില്ല. മകള് പറഞ്ഞു, അപ്പച്ച എനിക്കൊരു കാര്യം സാധിച്ചു തരാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാം. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, കാശ് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. മോള് ഒറ്റയടിക്ക് പറഞ്ഞു, അപ്പച്ച എന്റെ തല മൊട്ടടിക്കണം. അപ്പച്ചന് അത്ഭുതമായി, മൊട്ടടിക്കണം, ഓക്കെ എളുപ്പമുള്ള കാര്യമാണല്ലോ, മൊട്ടടിക്കാം. എന്നാൽ നീ വേഗം ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് മൊട്ടടിക്കാം. അപ്പൊ അവള് പറഞ്ഞു, പ്രോമിസ് ആണോ? ആ പ്രോമിസ് ആണ്. പ്രോമിസ് ഒക്കെ കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ഇവള് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ, അമ്മ അറിഞ്ഞിട്ടുണ്ടായില്ല, അമ്മയെ സോപ്പിടാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അപ്പച്ചൻ കാര്യം അമ്മച്ചിയുടെ അടുത്ത് അവതരിപ്പിച്ചു. അമ്മച്ചി ഒരു പൊട്ടിത്തെറിയാണ്. ഇത്രയ്ക്കും ഭംഗിയുള്ള മുടിയാണോ കൊച്ചിന്റെ മൊട്ടയടിക്കാൻ പോകുന്നത്? തനിക്ക് എന്തോടെ പ്രാന്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ തട്ടിക്കയറാൻ തുടങ്ങി. അപ്പൊ അപ്പച്ചൻ കൊച്ചിന്റെ അടുത്ത് പോവാണ്. അമ്മച്ചി പറഞ്ഞ കേൾക്കാൻ സാധ്യതയില്ല. അപ്പൊ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞ പിന്തിരിഞ്ഞാലോ എന്ന് വിചാരിച്ച് കൊച്ചിന്റെ അടുത്തേക്ക് പിന്തിരിപ്പിക്കാൻ പോവാണ്. അങ്ങനെ കുറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. മോളെ മുടിയൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, മുടിയില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും മകള് പിന്തിരിക്കുന്നില്ല. വീണ്ടും അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ അവൾക്ക് പ്രോമിസ് കൊടുത്തതല്ലേ, വാഗ്ദാനം കൊടുത്തതല്ലേ, അത് ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ അമ്മച്ചിയെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. മുടിയൊക്കെ അല്ലേ, പോയാലും തിരിച്ചു വരും. അങ്ങനെ അപ്പച്ചൻ കൊച്ചിന്റെ മുടി മൊട്ടയടിക്കുകയാണ്. അങ്ങനെ അവർ സുഖമായിട്ട് രാത്രിയൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ കൊച്ചു കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കൊച്ചിനെ അപ്പച്ചൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിടാണ്. സ്കൂളിന്റെ ഗേറ്റിന്റെ പുറത്തെത്തി. അവരുടെ അടുത്ത് ഒരു കാറ് വന്ന് നിന്നു.
വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ച് ആ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പച്ചന് അത്ഭുതമായി. കാരണം ആ കൊച്ചിന്റെ തലയും മൊട്ടയടിച്ചിരിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് അപ്പച്ചന് മനസ്സിലായി ഇവര് നല്ല സുഹൃത്തുക്കളാണെന്ന്. ആ കൊച്ചിന്റെ അമ്മ ഈ അപ്പച്ചന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പച്ച, നിങ്ങളുടെ മകള് വലിയ മനസ്സിന്റെ ഉടമയാണ്. കാരണം എൻ്റെ മകൾക്ക് ക്യാൻസർ ആയിരുന്നു. കീമോതെറാപ്പി ഒക്കെ ചെയ്തപ്പോ എൻ്റെ മകളുടെ മുടിയൊക്കെ പോയി. സ്കൂളിൽ വന്നാൽ കൂട്ടുകാർ കളിയാക്കുമെന്ന് പറഞ്ഞ് സ്കൂളിൽ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് നിങ്ങളുടെ മോൾ അറിഞ്ഞപ്പോ നിങ്ങളുടെ മോള് ഞാനും മൊട്ടയടിച്ച് വരാം, അപ്പൊ ആരും കളിയാക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യത്തിലാണ് എൻ്റെ മോള് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തിരിച്ച് എന്ത് പറയണമെന്നറിയാതെ മകളെ കുറിച്ചുള്ള അഭിമാനത്തോടെ അപ്പച്ചൻ ഇങ്ങനെ നിൽക്കാണ്. സ്നേഹമുള്ളവരെ, ഈ കുട്ടിയെ പോലെ മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും അവരുടെ വിഷമങ്ങളിൽ അവർക്ക് താങ്ങായി, തണലായി, കൂട്ടായി, പ്രാർത്ഥനയായി മാറാനും നമുക്ക് സാധിക്കണം. ഇത് തന്നെയല്ലേ ഈശോ തന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചതും കാണിച്ചു തന്നതും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-13 വാക്യം, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എല്ലാ ദുഃഖവെള്ളിക്കും ശേഷം ഈസ്റ്റർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ സഹനങ്ങൾക്കും ശേഷം അനുഗ്രഹമുണ്ട്. നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം ക്രൂശിതനോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിന്റെ കരം പിടിച്ച് ദൈവം കൂടെ ഉണ്ട് എന്ന ബോധ്യത്തില് നമുക്കും ദൈവത്തോടൊപ്പം ജീവിതത്തിൽ മുന്നേറാം. അതിനായി ക്രൂശിതനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന്